ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടുക്കാച്ചി റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ മലയാളികൾക്കൊക്കെ വളരെ വളരെ പ്രിയപ്പെട്ട കരിമീൻ കൊണ്ടുള്ള ഒരു ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കിട്ടില്ലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പല മീനുകൾ കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കരിമീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് കരിമീനെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. കരിമീൻ്റെ കുഞ്ഞ് ചെറിയ കരിമീനാണ് കിട്ടിയത്. ഇത് 1 കിലോ ഉണ്ട്. അത് നല്ല വൃത്തിയാക്കി വെച്ചതാണ്. ചിലതൊക്കെ തീരെ പൊടി കരിമീനാട്ടോ. അപ്പോൾ ഇതിനെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തു. നല്ലപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ച് 5 മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോഴേ അതിൻ്റെ ഇതൊരു പുഴമീനല്ലേ, അപ്പോൾ ആ ഒരു പുഴമീനിൻ്റെ ടേസ്റ്റൊക്കെ മാറണമെങ്കിൽ ഇതുപോലെ നീറ്റാക്കി എടുക്കണം. ഇനി ഇതിനെ നീറ്റാക്കി എടുത്തിട്ട് നമുക്കിതിനെ കുറച്ച് സാധനങ്ങളൊക്കെ പുരട്ടി വെക്കണം കേട്ടോ. ഇന്ന് എൻ്റെ മോളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നത് സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കരിമീനിനകത്തേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഈ 1 കിലോ കരിമീനെന്ന് വെച്ചാൽ 10 കുഞ്ഞ് കരിമീനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇടുന്നത് കേട്ടോ. കുരുമുളക് പൊടിയാണ് പിന്നെ ഇടുന്നത്. കുരുമുളക് ഫ്രഷായിട്ട് നമ്മൾ ചതച്ചെടുത്താൽ മതി, പൊടിയായിട്ടുള്ള വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തത്. അപ്പോൾ അത് ഞാനൊരു 3 ടീസ്പൂണാണ് ഇടുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്പൂണ് കൊണ്ട് 3 സ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് എരിവിന് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കത്തില്ല. ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴും മപ്പാസ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ മുളക് പൊടി നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. അത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. നമ്മൾ കറിയിൽ വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ടതാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. പിന്നെ 1 നാരങ്ങയുടെ നീര്, 1 കിലോ മീനുള്ളത് കൊണ്ട് 1 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ പിഴിഞ്ഞ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടാവാതെ വേണം പുരട്ടിയെടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് മുഴുവൻ അതിൽ തന്നെ പിടിച്ചിരുന്നോളും. ഇതൊരല്പം വെള്ളത്തിലായിട്ട് താഴെ ഇങ്ങനെ കിടന്ന് പോകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. എന്നാലേ അതിലേക്ക് ഇതെല്ലാം പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിൽ വെച്ച് ഫ്രൈ ചെയ്യാണ്. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഏതിനകത്ത് വെച്ചുകൊണ്ട് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മൾ കരിമീനൊക്കെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എന്ന് പറഞ്ഞത്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കത്തില്ല. പിന്നെ ഇതിന് ഒത്തിരി ഡീപ്പ് ഫ്രൈയും വേണ്ട. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരല്പം കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ സ്കിന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് കറിയിൽ കിടന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ 2 വശവും അങ്ങനെയൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അത് ഡീപ്പ് ഫ്രൈ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ഫ്രൈ മതി. ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് വരാം കേട്ടോ. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതാ നോക്കിയേ, അതിൻ്റെ ലൈറ്റായിട്ട് മാത്രം, അതിൻ്റെ സ്കിൻ മാത്രമേ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുള്ളൂ. പൊടിഞ്ഞു പോയിട്ടില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഡെയിലി ഫ്രൈ ചെയ്യുന്ന ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒട്ടും അടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പം അടിപ്പിടിക്കാതെ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിമീൻ മാത്രമല്ല, നമുക്ക് ആഗോലി കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കാം. നെമ്മീൻ കൊണ്ടുണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അതിനൊക്കെ നല്ല ഫ്ലഷുള്ള മീനല്ലേ. അതുപോലെ വറ്റ, അങ്ങനെ കുറച്ച് ഫ്ലഷുള്ള മീനുകൾ കൊണ്ടൊക്കെ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഈ ഫിഷ് മോളിക്ക് നമ്മൾ ഫ്രൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന കൂടാതെ തന്നെ കോൺഫ്ലോറും മൈദയും കൂടെ മിക്സ് ചെയ്ത് ഒരു കോട്ടിങ് പോലെ അതിൻ്റെ മുകളിൽ തിരുമ്മിയെടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം അങ്ങനെയുള്ള ഫിഷ് മോളിയല്ലേ കൂടുതലും കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാതെയും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രൈ ആയ സാധനമൊക്കെ ഞാനൊന്ന് 2 വശം മൊരിഞ്ഞിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന കറിവേപ്പിലയെ നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് കിടന്നത് കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ ബാക്കിയുള്ള കരിമീൻ കൂടി ഒന്ന് വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഈ സമയം കൊണ്ട് അരിഞ്ഞെടുക്കാം കേട്ടോ.
മീനെല്ലാം ഫ്രൈ ആക്കിയിട്ട് എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ളതിനകത്ത് വെക്കണം, മീൻ കൂടുതലുള്ളപ്പോൾ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തപ്പം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തത്. ആ എണ്ണ തന്നെയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്, ബാലൻസ് വന്ന്. വേറെ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് എണ്ണ ചൂടാകുമ്പം ഒരു 3 കറുവാപ്പട്ട, ചെറിയ കഷ്ണം 3-4 കഷ്ണം ഗ്രാമ്പു, പിന്നെ ഞാൻ ഒരു ബേ ലീഫിനെ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ, 2 ഏലയ്ക്ക, 3-4 കഷ്ണം പെരിഞ്ചീരകം. ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാട്ടോ, ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ അങ്ങനെ അല്ലെങ്കിൽ കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലയ്ക്കയും എന്തായാലും എല്ലാവരും ചേർക്കുമല്ലോ. ഇതുകൂടെ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടോ, ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ 6 വലിയ വെളുത്തുള്ളിയാണ് അതിന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കുറച്ച് ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് നമ്മൾ മുളക് പൊടി ഇടാത്തതുകൊണ്ട് എരിവിന് കുരുമുളകും പച്ചമുളകും തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ വട്ടത്തിൽ ചെരിച്ചരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് 6 എടുത്തിട്ടുണ്ട്. അത് എരിവ് നോക്കി ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എരിവ് ഇത്തിരിയെങ്കിലും ഇല്ലെങ്കിൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുകൂടി ഞാൻ അതിനകത്തേക്ക് ഇടുന്നു. കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നു. ഫ്രഷ് കറിവേപ്പില ഇടണം കേട്ടോ, നല്ല സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് നമുക്ക് കൂടുതൽ നിൽക്കും. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെറുതായി വാടി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും കരിമീനുള്ളതുകൊണ്ട് 2.5 സവോള എടുത്തിരിക്കും. 2 വലിയ സവോളയും ഒരു കുഞ്ഞ് സവോളയും കൂടിയാണ് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാ കണ്ടോ, ഇതാണ്. അപ്പോൾ ഇതുകൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, നേരത്തെ ഉപ്പിട്ടതാണ്, അപ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായി വാട്ടിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ സവോളയ്ക്ക് പകരം ഉള്ളി ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഞാനിതിനെ ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം. സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടി വന്നാൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി കേട്ടോ. ഇത്തിരി വലിപ്പമുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞതിനകത്തേക്ക് ഇടുക കേട്ടോ. തക്കാളി ചേർത്ത് എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് അല്പം കൊഴുപ്പുണ്ടാകും. നമ്മൾ വേറെ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ തേങ്ങാപ്പാൽ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചെല്ലുമ്പോൾ നല്ല ഒരു കൊഴുത്ത ഒരു ഗ്രേവി കിട്ടും നമുക്ക്. എന്നാൽ തക്കാളിയുടെ റെഡ് കളറൊന്നും നമുക്ക് അതിനകത്തേക്ക് ആഡ് ആവുന്നില്ല കേട്ടോ, നമുക്ക് അവസാനം കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും വേണ്ടത് പിന്നെ മല്ലിപ്പൊടിയാണ്. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഇത് 1 കിലോ 10 കഷ്ണം, ചെറിയ മീനല്ലേ, അപ്പോൾ അത്രയാകുമ്പോഴത്തേക്കും 3 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണ്. ആ തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരട്ടെ. നമ്മൾ തവി കൊണ്ട് ഒത്തിരി അതിനെ ഉടച്ച് പൊട്ടിച്ച് കളയൊന്നും വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് വേകുമല്ലോ തക്കാളിയൊക്കെ. അപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ സവോളയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ സ്പൂണിന് 3 സ്പൂണാണ് ഞാൻ ഇടുന്നത് കേട്ടോ. രണ്ട് സ്പൂൺ ആദ്യം ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ 1 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ കുരുമുളക് പൊടി, അതും കൂടി ഞാൻ കുറച്ചുകൂടെ ചേർക്കുകയാണ് ഇതിനകത്തേക്ക്. അതിന് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരുപാട് എരിവൊന്നും ഇല്ല ഈ കുരുമുളകിന് കേട്ടോ. ചതച്ചത് കൊണ്ട് നമുക്ക് ഒത്തിരി ഇതാവില്ല, പക്ഷെ ഒരുപാട് കൂടുതൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കുത്തരി ചൊവയുണ്ടാവും, ഒരു രൂക്ഷമായ ഒരു ഇതൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. എല്ലാം അതിൻ്റെ പാകത്തിനേ വരാവുള്ളൂ. അപ്പോൾ അതും കൂടി നന്നായിട്ട് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാലും 3-ാം പാലും കൂടി ഒന്നിച്ചെടുത്തിരിക്കുകയാണ്. അത് ഒരുമിച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ.
വെള്ളം നമുക്ക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മതി. നമ്മൾ തേങ്ങ അവസാനം നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ടടിച്ച് അതും കൂടെ ചേർത്ത് 2-ാം പാലും 3-ാം പാലും ആയിട്ട് നല്ല ലൂസാക്കി എടുത്താൽ മതി. പിന്നെ കരിമീൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്തോളൂ. ഓൾറെഡി അത് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ വെന്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് അത് മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീനൊക്കെ അതിനകത്തേക്ക് ഇടാം കേട്ടോ. ഞാൻ അല്പം കൂടി ഉപ്പിടുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് ഇടാവുള്ളൂ. അല്പമായിട്ട് ഇട്ട് നോക്കുക. നമ്മൾ മീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉപ്പ് കൂടി വരും. അപ്പോൾ ഇനി മൂടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ അല്പം ചൂടുവെള്ളത്തിൽ കുറച്ച് കാഷ്യൂ നട്ട് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുതിർന്ന് ഒരു അരമണിക്കൂർ നേരത്തെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതിനെ ഒന്ന് അരച്ചെടുക്കുക. അപ്പം ഗ്രേവി ഒരല്പം കുറുകി കിട്ടാനും ഒരല്പം ടേസ്റ്റ് ഉണ്ടാകാനുമാണ് കേട്ടോ. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഗ്രേവി നമ്മൾ തിക്കായി കിട്ടും കേട്ടോ. ഇനി അത് തിക്കാവാൻ വേണ്ടി പൊട്ടറ്റോ വേവിച്ച് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതുകൂടി ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഗ്രേവി എല്ലാം തിളച്ചു. അതിനകത്തേക്ക് മീനെല്ലാം കൂടെ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആ തേങ്ങാപ്പാലിൻ്റെ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 2-ാം പാല്. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം ഇത് കണ്ടോ നിറഞ്ഞ് നിൽക്കുകയാണ്. കുറച്ചുകൂടി വേണ്ടി വന്ന് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. പച്ചയായിട്ടും പച്ചമുളക് ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റും ഒരു പിടി കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആയാൽ മതി കേട്ടോ. ഇതാന്ന് നോക്കിയാൽ തിളച്ചൊക്കെ വരുന്നുണ്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിനകത്തേക്ക് ഇടും. നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ഇടണം. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ആ സ്മെല്ല് വെച്ചാൽ കുരുമുളകും ഇതെല്ലാം കൂടി ചേരുമ്പോഴൊരു സ്മെല്ലുണ്ടല്ലോ, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് പറ്റട്ടെ. അവസാനം നമുക്ക് ആ കാഷ്യൂ അടിച്ചതും 1-ാം പാലും എല്ലാം കൂടി ഒഴിച്ച് നമുക്ക് ഇതിനെ ഇറക്കാം കേട്ടോ. കറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഫിഷ് മോളിയൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങയൊക്കെ ചിരണ്ടി പാലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നുന്ന കാര്യം അതാട്ടോ. തേങ്ങ പൊതിച്ച് ചിരവി പിന്നെ അതിൻ്റെ പാലൊക്കെ എടുത്ത് വെച്ചിരുന്നത്. അതാണ് എനിക്ക് ഏത് വെക്കുമ്പോഴും താമസമുള്ള കാര്യം. അത് അവസാനം ഞാൻ ആ കാഷ്യൂ അടിച്ചത് 1-ാം പാലിലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ കൂടിപ്പോവും വെള്ളം. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഇതിനൊരു ഭംഗി കിട്ടാനായിട്ട് ഒരു ഡെക്കറേഷൻ വേണ്ടേ. ഫിഷ് മോളിയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അതിരിക്കുന്നതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രസൻറ്റേഷന് വേണ്ടി നമുക്ക് ഒരു തക്കാളി എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഫിഷ് മോളി ഉണ്ടാക്കി നോക്കുക. ഏതെങ്കിലും ഫിഷ് മതി. നമുക്കൊരു ദിവസം ഒരു സ്പെഷ്യലായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വെച്ചതാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇന്നാണ്. ഇന്നലെ വെച്ചതാട്ടോ. ഫെബ്രുവരി 14 ആയിരുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിന് അവർക്ക് ഇതിൻ്റെ കൂടെ നല്ല പച്ച റൊട്ടിയായിരുന്നു കേട്ടോ. നല്ല സ്വീറ്റ് ബ്രെഡായിരുന്നു മേടിച്ചത്. പാലപ്പവും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് റൊട്ടിയുടെ കൂടെ കഴിക്കുന്നതന്നെ കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് ഇവിടെ കഴിച്ചത്. എല്ലാവരും പറഞ്ഞു സൂപ്പർ ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. ഇടയ്ക്കൊക്കെ വെച്ച് മക്കൾക്കൊക്കെ കൊടുക്കുക. കരിമീനാകുമ്പോൾ മുള്ളുണ്ടാവും. അപ്പോൾ മുള്ള് കുറഞ്ഞ മീൻ വെച്ച് കഴിക്കുകയൊക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റും. എരിവും കുറവല്ലേ, ടേസ്റ്റ്. നമ്മളതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ കുടിക്കുക കേട്ടോ. അത്രയ്ക്ക് കിടക്കാച്ച ടേസ്റ്റാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.